ഒരു കുടിയേറ്റ ഗ്രാമത്തിൽ വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിൻ്റെ കാര്യം പറയാം. അതായത് ഒരു തെക്കൻ ജില്ലകളിൽ നിന്ന് വന്ന് ആളുകൾ കുടിയേറി പാർത്ത് ഒരു മലമ്പ്രദേശം ഒരു ഒരു തരക്കേടില്ലാത്ത ഒരു ഗ്രാമപ്രദേശമാക്കി മാറ്റി അവിടെ ചെറിയ ചെറിയ കടകളും ഒന്ന് രണ്ട് ഹോട്ടലുകൾ, ചെറിയൊരു ഉൾനാടൻ ഗ്രാമം, ഒരു മലമ്പ്രദേശമാണ്, മലയുടെ ഒരു ചെരുവിലാണിത്. അവിടെ അതിസമ്പന്നരായ ആളുകളുണ്ട്, സമ്പന്നരുണ്ട്, അല്ലാതെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല കാറ്റഗറിയിലും പെട്ടവരുണ്ട്. എല്ലാവരും ഈ കുടിയേറ്റത്തിൽപ്പെട്ട ആൾക്കാരാണ് കൂടുതലും. എല്ലാവർക്കും മിക്കവാറും സ്വന്തമായ ഭൂമിയോ വീടൊക്കെ ഉള്ളവരാണ്. ഈ കുടിയേറ്റത്തിൻ്റെ കൂട്ടത്തിൽ 1/2 ഏക്കർ കിട്ടിയവരുണ്ട്, 2 ഏക്കർ, അങ്ങനെ പല ഇതിലുള്ള അവസ്ഥയിലുള്ളവരുണ്ട്. ഈ സംഭവം നടക്കുന്നത് 1978-ലാണ്. അപ്പോൾ പാലക്കാട് ജില്ലയാണ് എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ തൽക്കാലം പറയുന്നുള്ളൂ. അപ്പോൾ അവിടെ ഈ ഒരു സമ്പന്നമായ ഒരു വീട്ടിൽ, ആ ഗ്രാമത്തിലുള്ള സമ്പന്നമായ വീട്ടിൽ ഒരു സുപ്രഭാതത്തിൽ 3 സിന്ധി പശുക്കൾ ചത്തുപോകുന്നു, തൊഴുത്തിൽ ചത്ത് കിടക്കുന്നു. ഈ ചത്ത് കിടക്കുന്ന സംഭവം നടക്കുന്നതിൻ്റെ തലേന്ന് ഈ വീട്ടുകാർക്ക് ഒരു കത്ത് കിട്ടുന്നു. ഇത്രാം തീയതിക്കകം, ഒരു 10-15 ദിവസം ഗ്യാപ്പിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഈ ഇത്രാം തീയതിക്കകം നിൻ്റെ വീട്ടിലെ 3 സിന്ധി പശുക്കൾ, 3 പശുക്കളാണ് ഇവിടെ ഉള്ള സിന്ധി പശുക്കൾ, ഈ 3 എണ്ണവും ചത്തിരിക്കും എന്ന് പറഞ്ഞൊരു കത്ത് കിട്ടുന്നു. പറഞ്ഞ ദിവസം കഴിഞ്ഞപ്പോൾ ഇത്രാം തീയതിക്കുള്ള ഗ്യാപ്പുണ്ടല്ലോ, ഇവർ 2 ദിവസമൊക്കെ ഉറക്കം ഒഴിച്ചിരുന്നിട്ടൊന്നും സംഭവിച്ചില്ല. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പശുക്കൾ ചത്ത് കിടക്കും തൊഴുത്തിൽ. അപ്പോൾ അതൊരു സംഭവമാണുള്ളത്. ഈ കത്ത് കിട്ടുകയും ചെയ്തു. അപ്പോൾ അത് അയാൾ നാട്ടിൽ അവരോടൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു കത്ത് കിട്ടി, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ആരോ അത് ചെയ്തിട്ടുണ്ടോ, ആര് ചെയ്തെന്ന് അറിയില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ നടക്കുകയാണ്. അതിനുശേഷം വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കത്ത് കിട്ടുന്നു, നിൻ്റെ വൈക്കോൽ തുറുക്കൾ, ഈ വലിയ കൃഷിക്കാരനാണ് അയാൾ, അത് കത്തിച്ചാമ്പലാകും, ഇത്രാം തീയതിക്കകം സൂക്ഷിച്ചോ എന്ന് പറയുന്നുണ്ട്. ആ പറഞ്ഞ ഡേറ്റും കഴിഞ്ഞ് ഒരു 5-8 ദിവസം കഴിഞ്ഞിട്ടും സംഭവിക്കുന്നില്ല. പക്ഷേ അതിനടുത്ത ദിവസം ഇത് കത്തുന്നു, വൈക്കോൽ തുറ കത്തുന്നു. അത് നടന്നു ആ കത്ത് കിട്ടിയതിന് ശേഷം. അതിനുശേഷം കിട്ടുന്ന കത്തിൽ പറഞ്ഞിട്ടുള്ളത്, നിൻ്റെ വീട്ടിലെ 1-ൽ കൂടുതൽ ആളുകളെ ഇത്രാം തീയതിക്കകം ഞാൻ കൊന്നിരിക്കും, അവർ മരിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് 3ാമത്തെ ഈ കത്ത് കിട്ടുന്നത്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഇത് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു, കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലെത്തി, ലിമിറ്റിലുള്ള പോലീസ് സ്റ്റേഷനിലെത്തുന്നു. അവിടുന്ന് ഈ കത്തിൽ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള അന്വേഷണം വരുന്നു. അങ്ങനെ തീർച്ചയായും ഒരു ഭാഗം എന്നുള്ള നിലയ്ക്ക് എനിക്കും അതിൻ്റെ ഞാനുമായിട്ട് ബന്ധപ്പെടുന്നു. സ്വാഭാവികമായിട്ടും ആ കേസിനകത്ത് ഈ ലെറ്ററാണ് ഇപ്പോൾ അതിനകത്തുള്ള പ്രതിയെ പറ്റിയുള്ള എന്തെങ്കിലും സൂചന നൽകുന്ന ഏക സാധനം ഈ ലെറ്ററാണ്. അപ്പോൾ ഈ 3ാമത് വന്ന ലെറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ലെറ്ററിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു കഠാര പോലെ ഒരു സാധനം വരച്ചിട്ട്, അതിൽ നിന്നും ഈ കഠാര പോലെ വരച്ചതിനകത്ത് ചുവന്ന മഷി കൊണ്ട് ഒരു ചോര പോലെ അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ താഴെ ഒരു തുള്ളി ചുവപ്പ് മഷി ഒറ്റിച്ചിട്ടുണ്ട്. ഈ ചുവപ്പ് മള്ളി ഇങ്ങനെ വീണിട്ട് തെറിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും താഴെ അറ്റത്തായി എങ്ങനെയോ ഇയാളുടെ കയ്യിൽ നിന്ന് പറ്റിയ ഈ ഭാഗത്തിൻ്റെ ഒരു 10-20 എന്തെങ്കിലും റിഡ്ജ് വരുന്ന ഒരു അടയാളം ഇതിൻ്റെ ഭാഗത്തുണ്ട്. ഈ കത്തിൻ്റെ ഏറ്റവും താഴെയുണ്ട്, ഇൻലൻഡാണ് സാധനം. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ അറ്റത്തായിട്ട് ഈ രീതിയിലുള്ള അടയാളം കിട്ടുന്ന ഒരു സാധനമുണ്ട്, ഈ ഫിംഗർ പ്രിൻറ്റ്സ് ഉണ്ട്, റിഡ്ജസ് ഉണ്ട്. അങ്ങനെ ഇത് എനിക്ക് എന്നോട് റെഫർ ചെയ്തതിന് ശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സ്കോപ്പുള്ള സംഭവമുണ്ട് ഈ കത്തിൽ. ഈ ചോരപ്പാട് പോലെയുള്ള ചുവപ്പ് മഷി കൊണ്ടുള്ള അടയാളത്തിൽ റിഡ്ജുകളുണ്ട്. അതിൻ്റെ നമുക്കൊരു 10-12 പോയിൻറ്റ്സെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത് കിട്ടുന്ന സ്കോപ്പുണ്ട് അതിൽ. അപ്പോൾ അത് വെച്ച് നമുക്ക് നോക്കാം. പക്ഷേ ഇതൊന്നും റെക്കോർഡ്സിലില്ല, ഈ ഭാഗമായിട്ടൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ല, എവിടെയല്ല ക്രിമിനൽസിൻ്റെതാണ്. പക്ഷേ ഇത് ക്രിമിനൽ അല്ല എന്നുള്ള ഉറപ്പാണ്. കാരണം ഇത് ഒരു വെഞ്ചൻസിൻ്റെ കഥയാണ് തോന്നുന്നത്. കാരണം ആളെ നശിപ്പിക്കുക, കൊല്ലുക എന്നൊക്കെ ഉള്ളതാണ്, അല്ലാതെ മോഷണമല്ല, അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല. അപ്പോൾ എന്തോ ഒരു പക ഉള്ളത് തീർക്കുന്ന രീതിയിലാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ട് ഞാൻ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു അടയാളം ഇതിൽ കാണുന്നുണ്ട്, നമ്മളൊന്ന് ശ്രമിച്ച് നോക്കിയാൽ ഒരു പക്ഷേ അതിന് തെളിവ് കിട്ടിയാലോ. ഇത് റെക്കോർഡ്സ് ഇല്ല, പക്ഷേ നമ്മളൊരു ഡ്രൈവ് നടത്തിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട സാധ്യതയുള്ള ആളുകളെ കംപ്ലീറ്റ് അവരുടെ ഈ ഭാഗത്തിൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ് നമ്മൾ ഈ പമ്പറിൻ്റെ എടുത്ത് നോക്കിയിട്ട് അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ കേസ് തെളിയിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അല്ലാതെ വേറെ നമ്മുടെ റെക്കോർഡ്സ് ഒന്നും ഇല്ല അങ്ങനെ ആ ഭാഗത്തിൻ്റെ മാത്രമായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ തീരുമാനത്തിലെത്തുന്നു. അങ്ങനെ ഞങ്ങൾ ഈ സംഭവം നടന്നുള്ള ഒരു ഗസ്റ്റ് ഹൗസിൽ ഞങ്ങളുടെ താൽക്കാലികമായ ഒരു ക്യാമ്പ് ഓഫീസ് തുറക്കുന്നു. അങ്ങനെ അവിടെ ബാച്ചായിട്ട്, അപ്പോൾ അതിനിടയ്ക്ക് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഫോം ചെയ്യുന്നു. ആ നാട്ടിലാകെ ഒരു ഭീതിയായി, ഇന്ന് ഇയാൾക്ക് സംഭവിച്ചെങ്കിൽ നാളെ ആർക്കും സംഭവിക്കാം, പറയുന്ന ഇതൊക്കെ നടക്കുന്നു, ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നു, അത് നടന്നു വരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് സേഫ്റ്റി എന്നുള്ളതുകൊണ്ട് അവിടെയുള്ള ആളുകളുടെ ആശങ്ക കാരണം അവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി ഫോം ചെയ്യുന്നു.
ഇതിനെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് പോലീസിന് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. പല പല ഉന്നതങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ നടപടിയെടുത്തേ പറ്റൂ, ഞങ്ങളുടെ ജീവന് അപകടത്തിലാവും എന്നൊക്കെയുള്ള രീതിയിൽ ഇവർ വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ് ഈ ആക്ഷൻ കമ്മിറ്റിക്കാർ. അപ്പോൾ അത് ഇതിൽ തെളിവെന്ന് പറയാനാകെ ഉള്ളത് ഈ പറഞ്ഞ ഈ ഒന്നുകിൽ ഈ ഹാൻഡ് റൈറ്റിംഗ് വെച്ച് പിടിക്കുക. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് വെച്ച് പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു പ്രശ്നമുള്ളത് ഈ ഓരോ അക്ഷരങ്ങളും എഴുതിയിട്ടുള്ളത് ഇപ്പോൾ ആ എന്നുള്ള അക്ഷരമാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഈ സ്ക്വയർ വരകൾ ഇങ്ങനെ വരച്ച് ചേർത്തുണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? സ്ട്രെയിറ്റ് ലൈൻസ് മാത്രം വരച്ച് വെച്ചിട്ട്. അപ്പോൾ ഇത് ജെന്യൂനായിട്ടുള്ള ഒരാളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ അത് വരില്ലല്ലോ. ജെന്യൂനായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ എഴുതുന്നതിന് അങ്ങനെയാണല്ലോ ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസ് നടത്തി കണ്ടുപിടിക്കുക. ഇത് കംപ്ലീറ്റ് അക്ഷരങ്ങൾ റാ എന്ന് എഴുതിയാൽ ഇങ്ങനെ ഒരു ആ പാലത്തിൻ്റെ അടിഭാഗം കണ്ടതുപോലെ ഒരു സാധനം. അതുപോലെ കാ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു 4-5 കട്ടകൾ ചതുരക്കട്ടകൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കാ. അത് വെച്ചിട്ട് എങ്ങനെ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? അതൊരു പക്ക ഊമക്കത്തിൻ്റെ പിടിക്കരുത്, ഒരു കാരണവശാലും പിടിക്കപ്പെടരുതെന്നുള്ള ഊമക്കത്തിൻ്റെ ആ ലക്ഷ്യത്തോടു കൂടി എഴുതപ്പെട്ട ഒരു കത്താണത്. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് വെച്ച് ആളിനെ പിടിക്കാൻ കഴിയില്ല. പിന്നെ ഈ എഴുതാൻ ഉപയോഗിച്ച മഷി ഇന്ന ആളാണ് ഉപയോഗിക്കുന്നത് നോക്കിയിട്ട് കണ്ടുപിടിക്കാനാണെങ്കിൽ ബോൾ പോയിൻറ്റ് പെൻ ഒരേ രീതിയിലുള്ള ഒരേ മഷി കോമ്പൗണ്ടൻ്റ് ഉള്ളത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മാർക്കറ്റിൽ കിട്ടും, അതും കണ്ടുപിടിക്കാൻ കഴിയില്ല. പിന്നെ ആകെ ഉള്ളത് ഈ പറഞ്ഞ മാതിരി ആ ചോരത്തുള്ളി ഒറ്റി വീണതുപോലെ ഉണ്ടായിരുന്നു എൻ്റെ അടിയിലുണ്ടായിരുന്ന ഈ കൈ എവിടെയോ തട്ടിയിട്ട് ഈ മഷിയിൽ തട്ടിയിട്ട് അവിടെ പതിഞ്ഞു പോയ ആ വിരലടയാളത്തിൻ്റെ ഫിംഗർ പ്രിൻ്റ് റിഡ്ജസിൻ്റെ കുറച്ച് ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് കേസ് എങ്ങനെയെങ്കിലും തെളിയിക്കാൻ പറ്റുമോ നോക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ വളരെ ആലോചിച്ചു. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും മറ്റ് ഉന്നത തലങ്ങളിലുള്ള ഓഫീസേഴ്സും ഒക്കെ ആലോചിച്ചപ്പോൾ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി, എന്തായാലും ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. കാരണം അതല്ലെന്നുണ്ടെങ്കിൽ ഈ കൊലപാതകം അല്ലെങ്കിൽ നടക്കുന്നുള്ള എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കാരണം ഒരു പക്ഷേ കിണറ്റിൽ വിഷം കലർത്തിയാൽ മതി, അതല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ആ രീതിയിലുള്ള അട്രോസിറ്റീസ് ചെയ്താൽ മതി. ഇതൊക്കെ ആളുകൾ മരിക്കുമല്ലോ. കാരണം അതിൽ കൂടുതൽ സമയം വേണ്ടല്ലോ. എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ദൂരെ നിന്ന് കല്ലെടുത്ത് കല്ലിനകത്ത് വിഷമൊക്കെ പുരട്ടിയിട്ട് മാരകമായിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കിണറ്റിലേക്ക് ഇട്ടാൽ മതിയല്ലോ. ആരും കണ്ടുപോലും വേണ്ട, കാക്കേറിയും പോലെ അറിഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ സംഭവിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് നടന്നുകൂടാകുകയില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ആക്ഷൻ കമ്മിറ്റി വന്നതും അതിനെപ്പറ്റി ഞങ്ങൾ അന്വേഷിക്കുന്നതും. അങ്ങനെ ഇത് വെച്ചിട്ട് എങ്ങനെ കേസ് പിടിക്കാൻ പറ്റും എന്നുള്ള ചിന്തയായി. അങ്ങനെ ഒരു ക്യാമ്പ് ഓഫീസ് പോലെ തുറന്നിട്ട് ഞാനൊരു സജഷൻ വെച്ചു. ഈ എഴുത്തും വായനയും അറിയാവുന്ന ഒരു 10, 12, 15 വയസ്സിന് മേലോട്ടുള്ള എഴുന്നേറ്റ് നടക്കാൻ ഇത് കാരണം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് ഒരു 45 കിലോമീറ്റർ ദൂരെയുള്ള ജില്ലാ തലസ്ഥാനത്താണ് ഈ ലെറ്റർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ ഈ ഗ്രാമത്തിൽ നിന്നും അടുത്തൊരു 10 കിലോമീറ്റർ പോയാൽ ഒരു മെയിൻ റോഡിലെത്തുന്നുണ്ട്. ഒരു വലിയ ടൗണാണ്. അവിടുന്ന് ഒരു 40 കിലോമീറ്റർ പോയാലാണ് ജില്ലാ ജില്ലാ ആസ്ഥാനത്തെത്തുക. ഈ ജില്ലാ ആസ്ഥാനത്തുള്ള പോസ്റ്റ് ഓഫീസിലാണ് ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലുള്ള സീലിൽ, ഈ ഇൻലൻഡിൻ്റെ മുകളിലുള്ള സീലുള്ളത് ജില്ലാ ആസ്ഥാനത്തെ പോസ്റ്റ് ഓഫീസിലാണ്. അപ്പോൾ ഇത് അവിടുന്ന് ആരെഴുതിയാലും അത് കൊണ്ട് പോസ്റ്റ് ചെയ്തത് ജില്ലാ ആസ്ഥാനത്താണ്. അപ്പോൾ അവിടുന്ന് എഴുതിയിട്ടുള്ള അവിടെ ഈ ഇതുമായിട്ട് ബന്ധമുള്ള ആളായിരിക്കണം, ഇവിടെ വരെ യാത്ര ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കണം. ഇതെല്ലാം ചെയ്തില്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം അത് വേറെ ആരെങ്കിലും കൊടുത്തു വിട്ടിട്ട് പറഞ്ഞാൽ ഇതൊന്ന് ഇട്ടേക്കെന്ന് പറയുകയാണെങ്കിൽ അത് പബ്ലിക്കാവും. അതുകൊണ്ട് ആ റിസ്ക് അങ്ങനെയുള്ളവർ ചെയ്യില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ യാത്ര ചെയ്യാൻ കഴിയുന്ന കിടപ്പ് രോഗികളല്ലാത്തവർ, പുരുഷന്മാർ, ഈ എഴുത്തും വായന അറിയാവുന്ന ഒരു 10-15 വയസ്സിന് മേലോട്ട് പ്രായമുള്ള അങ്ങനെയുള്ള കംപ്ലീറ്റ് ആളുകളെ ഞങ്ങൾ ഇലക്ഷൻ ലിസ്റ്റ് എടുത്തു, വില്ലേജ് ഓഫീസിൽ പോയി ലിസ്റ്റ് എടുത്തു, പഞ്ചായത്ത് മെമ്പറെ കണ്ട് ലിസ്റ്റ് എടുത്തു. അങ്ങനെ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. 182 ആളുകൾ, അത്രയും ആളുകളെ ആ ഗ്രൂപ്പിൽപ്പെട്ടത് ആ ഗ്രാമത്തിലുള്ളൂ. ഈ 182 ആളുകളുടെയും ഫിംഗർ പ്രിൻറ്റ്സ് പരിശോധിക്കുക എന്നുള്ള തീരുമാനത്തിൽ. കാരണം ഇവരറിയാതെ നടക്കില്ല എന്നുള്ള ഉറപ്പാണ്. ഇവരാരെങ്കിലും ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ്. ഞാനീ പറഞ്ഞ പോലെ ഒരു വിഷത്തിൻ്റെ എന്തെങ്കിലും ഒരു കുപ്പി തുറന്നിട്ട് 4 ഉള്ളി ഒറ്റിച്ചാൽ പോരെ കിണറിൽ. അവിടെല്ലാം കിണർ വെള്ളമാണ്, പൈപ്പ് വെള്ളമൊന്നുമില്ല. അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം, എവിടെ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ആകെ പരിഭ്രമത്തിലപ്പോൾ ഈ തീരുമാനത്തിട്ട് ഞങ്ങളങ്ങനെ അതിനടുത്ത് ഈ 10 കിലോമീറ്റർ മല ഇറങ്ങി വരുന്ന 10 കിലോമീറ്റർ താഴെ വരുന്നിടത്ത് ഒരു ക്യാമ്പ് ഓഫീസ്, അവിടെ ഗസ്റ്റ് ഹൗസൊക്കെ ഉണ്ട്, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അവിടെ തൽക്കാലത്തേക്ക് ഒരു ക്യാമ്പ് ഓഫീസ് തുറന്നിട്ട് പോലീസ് വണ്ടികളിൽ അവിടുന്ന് ഗ്രാമത്തിൽ നിന്ന് ഒരു 10 ഓരോ ജീപ്പിൽ കൊള്ളാവുന്ന ഇരുത്തി കൊണ്ടുവരാവുന്ന ഒരു 8-10 ആളെ വീതം കൊണ്ടുവരിക. അവരുടെ ഫിംഗർ പ്രിൻറ്റ്സ് റെക്കോർഡ് ചെയ്യുക. ഫിംഗർ പ്രിൻറ്റ്സ് ഇല്ല, വരുന്നവരത്തൊക്കെ നമ്മൾ വളരെ സിമ്പിളായിട്ട്, കുറ്റവാളി എന്തെങ്കിലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെ എടുക്കുക, വയ്ക്കുക, പോവുക, അത്ര തന്നെ. അവരുടെ പേരും മാത്രം എഴുതി വയ്ക്കും. അപ്പോൾ അതങ്ങനെ ചെയ്ത് ഒരുവിധപ്പെട്ടവരെ കഴിഞ്ഞു. പിന്നെ ബാക്കിയായി വന്നപ്പോഴത്തേക്ക് ആക്ഷൻ കമ്മിറ്റി കൺവീനറും അയാളുടെ 2 സഹായികൾ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവരുടെയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടൊന്നും ഇത് എത്തുന്നില്ല. ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഇത് പ്രിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇവരും കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ കമ്മിറ്റി കൺവീനറുടെ അയാളാണ് ആളെ കൊണ്ടുവരാനും പോകാനൊക്കെ വോളണ്ടിയറായിട്ട് നിൽക്കുന്ന ചീഫ്. അപ്പോൾ അയാളോട് പറഞ്ഞു, നമുക്കത് നിങ്ങളുടെയും കൂടെ ഫിംഗർ പ്രിൻറ്റ്സ് എടുത്ത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇത്രയും പേരെ നോക്കിയിട്ടില്ല. കാരണം നിങ്ങളുടെ ഗ്രാമത്തിൽ ആരെങ്കിലും അറിയാതെ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് നിങ്ങളും വിചാരിക്കുന്നില്ലല്ലോ. അപ്പോൾ അത് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തി കൺവീനർ എടുത്ത വായിൽ പറഞ്ഞു, എൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ് എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല, അതിനെനിക്ക് വക്കീലിനോട് ചോദിക്കണമെന്ന് പറഞ്ഞു. വക്കീലിൻ്റെ പെർമിഷൻ ഇല്ലാതെ, വക്കീലിൻ്റെ പ്രസൻസ് ഇല്ലാതെ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച് ഒരു വ്യക്തിയുടെ ഫിംഗർ പ്രിൻറ്റ്സ് എടുക്കുന്നതിന് ഒരു കോടതിയിലുള്ള ജഡ്ജിക്കോ അതല്ലെന്നുണ്ടെങ്കിൽ പോലീസ് ഓഫീസർക്ക് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായോ ആവശ്യമായ ഫോഴ്സ് ഉപയോഗിച്ച്, ആവശ്യം എന്ന് പറഞ്ഞാൽ അനാവശ്യം എന്നല്ല, കൈ ഇങ്ങനെ വിറപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിടിച്ച് വെച്ചെടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞാൽ ഇങ്ങനെ വളരെ ഏറ്റവും മിതമായ ആവശ്യമായ ഫോഴ്സ് ഉപയോഗിച്ച് ഫിംഗർ പ്രിൻറ്റ്സ് റെക്കോർഡ് ചെയ്യാം എന്നുള്ള വകുപ്പുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുട്ടിയെ നിങ്ങൾ എതിർത്തിട്ട് കാര്യമില്ല, നിങ്ങൾ തന്നേ പറ്റില്ലെന്നുണ്ടെങ്കിൽ കോടതിയിൽ റിക്വസ്റ്റ് കൊടുത്തിട്ട് കോടതി ഡയറക്ഷൻ കൊടുത്ത് ഇത്രയും ആയിക്കഴിഞ്ഞ കേസാണല്ലോ, ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അയാളുടെ ഫിംഗർ പ്രിൻറ്റ്സ് എടുത്ത് നോക്കുന്നു, അന്ന് കേസ് അവസാനിപ്പിച്ചു, പ്രതിയെ കിട്ടി. പ്രതി പറഞ്ഞത് ഇനി അതിനൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്, അത് അയാളുടെ ഒരു എന്താ പറയുക, പ്രണയ നൈരാശ്യത്തിൻ്റെ ഒരു കഥയാണ്. ഈ പറയുന്ന വ്യക്തിയും ഈ അത്യാഹിതങ്ങൾ നടന്ന വീട്ടിലുള്ള ഒരു പെൺകുട്ടിയും, ഇവർ ഏകദേശം ഒരേ പ്രായക്കാരാണ്. അവർ ഈ 10 കിലോമീറ്റർ താഴെയുള്ള ഒരേ സ്കൂളിലാണ് ഇവർ കുറേ കാലം വരെ, ഒരു 8ാം ക്ലാസ് വരെ ഒക്കെ പഠിച്ചിരുന്നത് അവിടെ തന്നെയാണ്. അപ്പോൾ ഈ സമ്പന്നനായ ഈ പെൺകുട്ടിയുടെ വീട്ടിലുള്ള ആൾക്കാർ ഈ കുട്ടിയെ അതിന് ശേഷം വേറെ സ്കൂളിലേക്ക് ഒരു വേറെ ജില്ലയിലേക്ക് അയച്ചു, അവിടുന്ന് അയച്ച് പഠിപ്പിക്കുന്നു. ഇയാൾ ഇവിടെ തന്നെ തുടരുകയാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇയാളുടെ സ്വപ്നം കാണുന്നത് ഈ കുറച്ചും കൂടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി വിവാഹം കഴിക്കണം, സന്തോഷമായിട്ട് ജീവിക്കാം, സ്വത്തുക്കളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അതിനുശേഷം ഈ സംഭവിക്കുന്നത്, ഈ കുട്ടി 10ാം ക്ലാസ്സും കഴിഞ്ഞ് 12ാം ക്ലാസ്സും പാസ്സായി. 12ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയെ രാജസ്ഥാനിൽ ഒരു സ്ഥലത്തേക്ക്, അവിടെ കുറേ സെരോഹി, സീക്കർ, റിംഗസ്, മാർവാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥലങ്ങൾ ഈ നഴ്സിംഗ് പഠിപ്പിക്കുന്ന സംഭവങ്ങളുണ്ട്. ഈ പല സഭകളുമൊക്കെ ആയിട്ട് നടത്തുന്നവരുണ്ട്. ഫ്രീ ആയിട്ടും ചെറിയ ഫീസിനൊക്കെ വാങ്ങി ചെയ്യുന്നവരൊക്കെ ഉണ്ട് ആ ഏരിയയിൽ, രാജസ്ഥാനിൽ പ്രത്യേകിച്ചും. അങ്ങനെ അവിടെ ഒരിടത്ത് ഈ കുട്ടിയെ നഴ്സിങ്ങിന് പഠിക്കാൻ വേണ്ടി ഈ കുട്ടിയുടെ വീട്ടുകാർ അവിടെ അയക്കുന്നു. ആ കുട്ടി അവിടെ നഴ്സിങ്ങിന് പഠിക്കുന്നു. അതിനുശേഷം ഇവനുമായിട്ട് ബന്ധമൊന്നുമില്ല, ഇവനുമായിട്ട് അവനെ അറിവൊന്നുമില്ല, എന്താണെന്ന് അറിയില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഒരു സർദാർജിയുമായിട്ട് അവരുടെ വീട്ടിൽ വരുന്നു. ഈ സർദാർജി എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറാണ്. ഈ കുട്ടി നഴ്സിംഗ് കഴിഞ്ഞിട്ട്, അവിടുന്ന് നഴ്സിംഗ് കഴിഞ്ഞിട്ട് രാജസ്ഥാനിൽ മാർവാഡ്, അവിടെ ഒരു ഇതുണ്ട്, ഒരു വലിയ കോളേജ്, മെഡിക്കൽ. അപ്പോൾ അവിടുന്ന് അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ ആ ഡോക്ടറുമായി ഇഷ്ടത്തിലായി. ആ ഡോക്ടറെ കല്യാണം കഴിച്ച് ഈ കുട്ടി അമേരിക്കയ്ക്ക് പോയി. അമേരിക്കയിൽ ഇംഗ്ലണ്ടിലേക്ക് പോയി. ആ ഇംഗ്ലണ്ടിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോഴാണ് ഇവൻ അറിയുന്നത് ഇവൻ്റെ താജ്മഹൽ പൊളിഞ്ഞു പോയെന്നുള്ള വിവരം. ഇവൻ ആകപ്പാടെ അത് തയ്ക്കാൻ കഴിയുന്നില്ല. വന്ന് ഇവനോട് സംസാരിക്കാൻ പോലും നോക്കിയില്ല, ഇവനോട് മിണ്ടിയത് പോലും ഇല്ല, ഇവനോട് ലോഹ്യം ചോദിച്ചതുമില്ല. അവർ കാറിൽ വന്നു, അവർ 2-3 ദിവസം നിന്ന് അവർ തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ആ പക അവൻ കൊണ്ട് തീർത്തതാണ് ഈ രീതിയിലുള്ള സംഗതികൾ. അവൻ കൺഫ്യസ് ചെയ്തതാണ്, ഇതാണ് സംഭവം. ഇനി ആ വീട്ടിലാരും ബാക്കി വെച്ചേക്കണ്ട, എന്നെ ഇങ്ങനെ ചതിച്ചതുകൊണ്ട് ഞാനത് വേണമെന്ന് വിചാരിച്ച് തന്നെ ചെയ്തതാണ് സാർ, അതിന് അവസരം കിട്ടാഞ്ഞതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണ്, ഇല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്, അവർ കുറേ എണ്ണത്തിനെ പണിയെടുത്തേനെ എന്നാണ് ഈ കക്ഷി പറഞ്ഞത്. പക്ഷേ ഈ കേസിന് തുമ്പുണ്ടായത് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ അറിയാതെ പതിഞ്ഞു പോയ ഇത്രയും റിഡ്ജസിൻ്റെ ഭാഗത്തിൽ നിന്നാണ് കിട്ടിയത്. ഈ കേസ് തെളിയിക്കാൻ ഈ പറഞ്ഞ പോലെ ആരെയും അടിച്ചിട്ടില്ല, ചീത്ത വിളിക്കുക, പറഞ്ഞ 3ാം മുറയിലോ 4ാം മുറയിലോ ഒന്നുമില്ല. വെറും വളരെ ലളിതമായി ഫിംഗർ പ്രിൻ്റ് വയ്ക്കുക, പോവുക, അത്ര തന്നെ, ആളെ കിട്ടുക. ഈ ശാസ്ത്രത്തിൻ്റെ ഒരു ഏറ്റവും വലിയ വിജയം അത് തന്നെയാണ്. പോസിറ്റീവായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ നടക്കുന്നതിന് ഒരു ശക്തിയും വേണ്ട, ഒരു പ്രഷറും വേണ്ട, ഒരു ബലപ്രയോഗവും വേണ്ട, ഒന്നും വേണ്ട. ഇത് റെക്കോർഡ് ചെയ്ത ജോലി കഴിഞ്ഞു. അങ്ങനെ തെളിയിച്ച ഒരു സംഭവമാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഉമ്മക്കത്തിൻ്റെ കേസിലുള്ളത്. ആ കേസ് കോടതിയിലെത്തി, ഞാനതിൽ എവിഡൻസ് കൊടുത്തു. ആ കേസിൽ അയാളെ ശിക്ഷിച്ചു. അതിന് ശിക്ഷയുടെ അതിൻ്റെ ടേംസ് എനിക്കിപ്പോൾ കറക്റ്റായിട്ട് പറയാൻ ഓർമ്മ വരുന്നില്ല, എങ്കിലും അതിന് തക്കതായ ശിക്ഷ അയാൾ കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ജില്ലാ കോടതിയിൽ നിന്നാണ് അയാൾക്ക് ശിക്ഷ കിട്ടിയത്, ഒരു CJM കോടതിയിൽ നിന്ന്. അതിൻ്റെ സംഭവം അങ്ങനെയാണ് അവസാനിച്ചത് ആ കേസിൽ. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമം എന്ന് പറയാം. ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടുകൾക്ക് ഈ ശൗചാലയങ്ങൾ വീടിന് പുറത്താണ്. 78 കാലഘട്ടത്തിൽ, 78ൻ്റെ അവസാന ഭാഗത്തോടാണ് ഈ സംഭവം നടക്കുന്നത്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമുകളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഈ ഫ്രണ്ടിൽ നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നേരെ ബാക്കിൽ വരെ ഒരേ മുറി കൂടി നടന്ന് ഓരോ വാതിൽ കഴിഞ്ഞു, അടുത്ത വാതിൽ കഴിഞ്ഞു, അങ്ങനെ 4-5 മുറികളുണ്ടെങ്കിൽ പോലും എല്ലാം തുടർച്ചയായിട്ട് ഇങ്ങനെ പിന്നിലാണുള്ളത്. ഏറ്റവും അവസാനത്തെ വാതിൽ, അടുക്കളയുടെ വാതിൽ കടന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഇവരുടെ ഈ ചെറിയൊരു വർക്ക് ഏരിയ അല്ല, എന്തെങ്കിലും ഒന്ന് ഒരു ചെറിയ എന്തെങ്കിലും ഉണക്കാനിടാനോ ഒക്കെ ഉള്ള സ്ഥലവും, അത് കഴിഞ്ഞിട്ട് ഈ ബാത്റൂമും, ഇവരുടെ കുളിക്കാനും ബാക്കി ഉള്ള ബാത്റൂമുള്ളത് അവിടെയാണ്. ഈ ബാത്റൂം എന്ന് പറഞ്ഞത് മിക്കവാറും ഓല കൊണ്ട് മറച്ചതോ ഒക്കെ ആയിരിക്കും പൊതുവേ.
അല്ലെങ്കിൽ ഓട് മറ്റേ എന്താ പറയുക കല്ല് കെട്ടിയതൊന്നും അവിടെ കാണാറില്ല. എല്ലാം പൊതുവെ ഓലയാണ്. ആ ഓല കൊണ്ട് ഇങ്ങനെ മറച്ചിട്ടുണ്ടാവുക. അതിൻ്റെ ഇതിൻ്റെ മതിലിൻ്റെ ചുറ്റും ഇതിൻ്റെ ഓല മറയുടെ ചുറ്റും എന്തെങ്കിലുമൊക്കെ ചെടികളുണ്ടാവും. ഒന്നുകിൽ ചെറിയ പൂക്കളോ, ചെറിയ എന്തെങ്കിലും അരളി പോലുള്ള പൂക്കളോ, അല്ലെങ്കിൽ കറിവേപ്പിലയോ, പിന്നെ വാഴ, അങ്ങനെയുള്ള ചെറിയ ചെറിയ മുരിങ്ങ, വാഴ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഇതിന് ചുറ്റുവട്ടത്തുണ്ടാവും. ഒരു രാത്രിയിൽ ഇവരുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത് ഇവിടെ തന്നെ വന്ന് അടുക്കളയിൽ തുറന്ന് പുറത്തിറങ്ങി വന്നെങ്കിലേ പറ്റൂ. ഒരു വയസ്സുള്ള സ്ത്രീ, 10-65 വയസ്സുള്ള സ്ത്രീ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ബാത്റൂമിലേക്ക് പോകുന്നു. ബാത്റൂമിലേക്ക് പോയിട്ട് തിരിച്ച് നടക്കുന്നതിനിടയിൽ ഒരു അജ്ഞാത കൈകൾ വന്നിട്ട് ഇവരുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചിട്ട് മതിൽ ചാടി പോകുന്നു. ഇതാണ് സംഭവം. ഈ കേസ് ഫിംഗർ പ്രിൻ്റ് കൊണ്ട് എങ്ങനെ തെളിയിക്കാൻ പറ്റും? എങ്ങനെ തെളിയും? അല്ല, കാരണം ഇയാൾ വെളിയിൽ നിന്ന് മതിൽ ചാടി വന്നു, പൊട്ടിച്ചുകൊണ്ട് മതിലിനെ കൂടെ കയറിപ്പോയി, അകത്ത് കടന്നിട്ടില്ല, വേറെ ഒന്നും തൊട്ടിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ ഈ കേസ് റിപ്പോർട്ട് ചെയ്ത് ഞാൻ ആ സംഭവ സ്ഥലത്ത് പോയി അതിനെപ്പറ്റി വിശദമായിട്ടുള്ള പഠനം നടത്തി നോക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട്, ഈ വാഴത്തോപ്പിൻ്റെ ഇടയ്ക്ക് നിന്നാണ് അയാൾ ചാടി എൻ്റെ പുറത്തേക്ക് വന്നതെന്നാണ് എൻ്റെ ശബ്ദം കേട്ട് നോക്കുമ്പോൾ അയാൾ വന്ന് എൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് മാല പൊട്ടിച്ചിട്ട് ചാടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഞാൻ പുറത്തേക്ക് വരുമ്പം ഇങ്ങനെ ഒരാളിനെ അവിടെ കാണുന്നില്ല, ആരെയും കാണുന്നില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ പോകുമ്പോഴാണ് ഇയാൾ എൻ്റെ ബാക്കിൽ നിന്ന് വന്നിട്ടാണ് മാല പൊട്ടിച്ച്. ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അയാൾ മാലയും പൊട്ടിച്ചുകൊണ്ട് മതിൽ ചാടി പോവുകയും ചെയ്തു. ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ആളെ അറിഞ്ഞും കൂടാ, ഞാൻ ഫേസ് ഒന്നും കണ്ടിട്ടൊന്നുമില്ല. പുലർച്ചെ സമയമാണ്. അപ്പോൾ ഈ വാഴത്തോട്ടത്തിൻ്റെ അവിടെ നിന്ന് ചാടി വീണെന്നാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നി, ഒരു പക്ഷേ ഈ വാഴയിൽ അതിൻ്റെ കുറച്ച് പോളിഷ്ഡാണല്ലോ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. പൊതുവെ കൺവെൻഷനലായിട്ട് പറഞ്ഞാൽ അങ്ങനെയൊന്നും നമ്മളതിൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ നോക്കാറില്ല, നോക്കേണ്ട ആവശ്യം ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെടിയുടെ മുകളിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 5-8 വാഴകളുണ്ടായിരുന്നു. അതിൽ ഈ പോളിഷ്ഡായിട്ട് സർഫസ് വരാവുന്ന രീതിയിൽ ഇങ്ങനെ കൈ ഉണങ്ങി വീണതൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് നോക്കുമ്പോൾ ഒരു വാഴയുടെ മുകളിൽ നിന്ന് 2 കൈകൾ ഇങ്ങനെ കിട്ടി. ഒരു വാഴ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പിടിച്ച് നിന്ന 2 അടയാളങ്ങൾ, ഒരു വലത്തെ കൈയും ഒരു ഇടത്തെ കൈയും. അവിടെ നിന്നിട്ടാണ് ഇയാൾ ചാടി വീണതും മാല പൊട്ടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ഇങ്ങനെ ഈ 2 കൈയുടെയും വിരലടയാളങ്ങൾ കിട്ടിയിട്ട് ഏറെക്കുറെ ഒരു 7-8 എണ്ണമെങ്കിലും വളരെ ലെജിബിളായിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ്സാണ്. 2 റൈറ്റ് തമ്പും ലെഫ്റ്റ് തമ്പും വളരെ ലെജിബിളാണ്. ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണല്ലോ, ഇങ്ങനെ അതിൻ്റെ എന്താ പറയുക, അവനെ കാണരുത്, അതേസമയത്ത് അവന് ഒരു ഹൈഡ് ചെയ്ത് നിൽക്കുകയാണല്ലോ, കൈ കെട്ടിയിട്ടല്ല, ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. ആ വാഴയുടെ മുകളിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിൻറ്റ് നമ്മളവിടെ നമ്മുടെ സിംഗിൾ ഡിജിറ്റ് ഫോട്ടോഗ്രാഫൊക്കെ എടുത്തു. അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ സിംഗിൾ ഡിജിറ്റ് ബ്യൂറോയിലും പോയി അവിടുത്തെ റെക്കോർഡ്സ് നോക്കി, അവിടെ ഇല്ല. സ്റ്റേറ്റ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിലുള്ള സെൻട്രൽ റെക്കോർഡ്സിൽ നോക്കി, അവിടെ ഇല്ല. അങ്ങനെ പല സ്ഥലത്ത് നോക്കിയിരിക്കുന്നത് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ അഞ്ചാമത്തെ ദിവസം രാത്രി ഒരു 7:30 മണിക്ക് പളനി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൺസേൺഡ് എസ് പിക്ക് ഒരു മെസ്സേജ് വരുന്നു. ഇങ്ങനെ ഒരാളെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. പിടിച്ചപ്പോൾ അയാൾ ഇങ്ങനെ ഇന്നടത്ത് താങ്കളുടെ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ഇന്ന സ്ഥലത്ത് നിന്ന് ഒരു സ്നാച്ചിങ് നടത്തിയതായിട്ട് ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാളിപ്പോൾ ഇവിടെ ഉണ്ട്, അയാളുടെ കയ്യിൽ നിന്നൊരു ഓർണമെൻറ്റും റിക്കവറി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അദ്ദേഹം അന്നത്തെ പോലീസ് ചീഫായിട്ടുള്ള ഡിസ്ട്രിക്ട് ചീഫായിട്ടുള്ള ആൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനൊരു കേസുണ്ട്, അപ്പോൾ ഒന്ന് നാളെ രാവിലെ ഒന്ന് അവിടെ പളനി പോയിട്ട് ഒന്ന് വേണ്ടതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നാളെ രാവിലെ അല്ല, ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞ് ഞാൻ രാത്രി തന്നെ പുറപ്പെട്ട് എൻ്റെ വേറെ ഒരാളെയും കൂടെ കൂട്ടി ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് നേരെ പളനിക്ക് പോയി. രാത്രി സുമാർ ഒരു 12-1 മണി സമയമായപ്പോഴത്തേക്ക് ഞാൻ പളനി പോലീസ് സ്റ്റേഷനിലെത്തി. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ കേസിൽ, ഈ സ്നാച്ചിങ് കേസിലെ വാഴത്തോട്ടത്തിൽ ഈ സ്നാച്ചിങ് ചെയ്തു പോയ മോഷണം പോയ കേസിലെ വാഴയിൽ നിന്നും കിട്ടിയ ഡെവലപ്പ് ചെയ്ത ഫിംഗർ പ്രിൻറ്റ്, റൈറ്റ് തമ്പ് ലെഫ്റ്റ് തമ്പ് ഉൾപ്പെടെയുള്ള വിരലടയാളങ്ങളുടെ ഫോട്ടോഗ്രാഫും ഒക്കെ ആയിട്ടാണ് ഞാൻ പോയത് അവിടെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇയാൾ ലോക്കപ്പിലുണ്ട്, ഈ പ്രതി ലോക്കപ്പിലുണ്ട്. പ്രതിയുടെ വിരലടയാളങ്ങൾ പോലീസ് സ്റ്റേഷനിൽ റെക്കോർഡ് ചെയ്തതിൻ്റെ ഒരു സ്ലിപ്പ് എനിക്ക് അപ്പോൾ തന്നെ അവർ തന്നു. ഞാനത് നോക്കുമ്പോൾ ഈ കേസ് ചെയ്തത് ഇയാൾ തന്നെയാണെന്ന് മനസ്സിലായി. നോക്കുമ്പോൾ അയാൾ തമിഴ്നാട്ടുകാരനാണ് പറഞ്ഞാൽ പളനിക്കാരനുമല്ല, പളനിയിലുമല്ല, ട്രിച്ചിക്കും അപ്പുറത്തുള്ളൊരു സ്ഥലത്താണ് ഇയാൾ. അപ്പോൾ ഇയാളൊരു ഇങ്ങനെയുള്ള എന്താ പറയുക, ഇങ്ങനെയുള്ള ഏരിയകൾ, ഇങ്ങനെയുള്ള ഈ ഗ്രാമങ്ങൾ, ആദ്യം പറഞ്ഞ രീതിയിലുള്ള ഗ്രാമങ്ങളുണ്ടല്ലോ, പ്രത്യേക തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റീസ് താമസിക്കാൻ, അങ്ങനെയാണ് ആ വീടിൻ്റെ സെറ്റപ്പ്. ഏറ്റവും ബാക്കിലാണ് ഒരു 50 വീടുണ്ടെങ്കിൽ 50 വീടിൻ്റെയും ബാത്റൂമും അവിടെ മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റവും പുറത്തായിരിക്കും, ഏറ്റവും വെളിയിലായിരിക്കും. അറ്റാച്ച്ഡ് ആയിട്ടുള്ള എവിടെ ഉണ്ടാവില്ല.
ആ ഒരു സിസ്റ്റം അങ്ങനെയാണ്. ഇത് ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ എവിടെ താമസം ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് അവരുടെ. എൻ്റെ അറിവിൽപ്പെട്ടത്തോളം ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. അപൂർവമായിട്ട് പുതിയ വീടുകളൊക്കെ വെച്ചിട്ട് മാറുന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളിടത്ത് മോഷണം നടത്തുകയാണ് ഇയാളുടെ ഒരു രീതി. അപ്പോൾ ഇയാൾക്ക് അറിയാം എങ്ങനെയാണ്, കാരണം ഇങ്ങനെയുള്ള വീടുകളിൽ നിന്നുള്ള ഒരു 3 മണിക്ക് ശേഷമോ അല്ലെങ്കിൽ ഒരു 5 മണിക്ക് ഇടയ്ക്കോ മിക്കവാറും തീർച്ചയായിട്ടും ഇത്രയും വീടുകളുണ്ടെങ്കിൽ ഇടയ്ക്ക് മതിലുകളൊന്നുമില്ല, എല്ലാം തുടർച്ചയായിട്ട് കിടക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും അപ്പുറത്തേക്ക് കയറാം, എവിടെ വേണമെങ്കിലും കയറാം. അപ്പോൾ അവിടെ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പുറത്തിറങ്ങും, സ്നാച്ച് ചെയ്യാൻ പോകുന്നത് നോക്കുമ്പം 17 സ്നാച്ചിങ് കേസിൽ ഇയാൾ പ്രതിയാണ്, തമിഴ്നാട്ടിൽ ഉൾപ്പെടെ. ഇയാളുടെ അതാണ് മോഡസ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞത്. ഈ കാരണം തെളിവില്ലല്ലോ, മതിലിയാടി വരിക, മതിലിയാടി പോവുക, പുറത്തൊറ്റ മതിലേ ഉള്ളൂ. അത് കയറി വന്നു, എവിടെയെങ്കിലും നിന്ന് സ്നാച്ച് ചെയ്ത് മതിലിയാടി ഓടി രക്ഷപ്പെട്ടു. പോലീസ് നായ വന്നിട്ടും കാര്യമില്ല, പട്ടി വന്നിട്ട് ഫിംഗർ പ്രിൻറ്റ്സ് വന്നിട്ടും കാര്യമില്ല, ഫോറൻസിക് വന്നിട്ടും കാര്യമില്ല, ഒരു തെളിവും കിട്ടില്ല. ഈ സ്നാച്ച് ചെയ്യുക, കൊണ്ടുപോവുക. പക്ഷേ ഇതിൽ ഈ കേസിൽ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ വില മതിക്കുന്ന ഓർണമെൻറ്റ്സാണ് നഷ്ടപ്പെട്ടത്. വൈഡൂര്യം, വജ്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ അമൂല്യങ്ങളായിട്ടുള്ള കല്ലുകൾ അടങ്ങിയിട്ടുള്ള ആൻസെസ്ട്രലായിട്ട് കൈമാറി വരുന്ന ഓരോ മൂത്ത പെൺകുട്ടികൾക്കും കൈമാറി കൊടുക്കേണ്ടതാണ്. പെൺകുട്ടികളല്ലെങ്കിൽ മൂത്ത മകൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണം. അങ്ങനെ വിൽക്കാൻ പാടില്ല, ഒന്നും നഷ്ടപ്പെടുത്താൻ പാടില്ല. അങ്ങനെയുള്ളൊരു വളരെ വാല്യൂ ഉള്ള അവരുടെ ഒരു വിശ്വാസപരമായിട്ടുള്ള ഒരു വാല്യൂ ഉള്ളൊരു സാധനമാണ് നഷ്ടപ്പെട്ടത്. ആ കേസിലാണ്, വളരെ പ്രധാനപ്പെട്ട കേസായതുകൊണ്ട് പലരെയും സംശയിച്ച് പല പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുകയും ഇൻ്റർറോഗേഷനൊക്കെ നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അവരുടെയൊക്കെ നല്ല കാലത്തിനോ അല്ലെങ്കിൽ ഈ ഫിംഗർ പ്രിൻസിൻ്റെ സത്യം കൊണ്ടോ അല്ലെങ്കിൽ ഇവൻ്റെ കഷ്ടകാലം കൊണ്ടോ ആ കേസിലെ പ്രതിയെ കിട്ടി. അങ്ങനെ പോലീസ് തടഞ്ഞു വെച്ച 4-5 പേരെങ്കിലും അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇൻ്റർറോഗേഷൻ്റെ ആ ഭീഷണിയിൽ നിന്ന് അവർ ഒഴിവായി പോവുകയും ചെയ്തു. ഇവനെ മാത്രം കസ്റ്റഡി കിട്ടുകയും ചെയ്തു. അതും ഈ പറഞ്ഞ മാതിരി ഒരു നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കാത്തൊരു മേഖലയാണ്. വാഴയിൽ നിന്ന് ഫിംഗർ പ്രിൻറ്റ് കിട്ടുമോ? കിട്ടിയതുകൊണ്ടാണല്ലോ ഈ നിരപരാധികൾ രക്ഷപ്പെട്ടതും ഈ കുറ്റം ചെയ്തവനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. ഇല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ടാവാം, ചെയ്യുമെന്ന് പറയുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞ മാതിരി അതിന് നടപടിക്രമങ്ങൾ അനുസരിച്ച് പോയിട്ടുണ്ടാവും, കുറച്ച് കഴിഞ്ഞ് വിട്ടിട്ടുണ്ടാവാം. പക്ഷേ ഈ കേസ് കിട്ടിയത് ഈ വാഴയിൽ നിന്ന് കിട്ടിയ ഈ ഫിംഗർ പ്രിൻ്റ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ മിസ്സായ സംഭവത്തെപ്പറ്റി അന്വേഷിച്ച് നോക്കുമ്പോൾ ഡേ തെഫ്റ്റ് ആണെന്നുള്ളത് ഉറപ്പാണ്. പുറത്തുനിന്ന് ആരും വന്നിട്ടുമില്ല. അപ്പോൾ ആ വീട്ടിലുള്ള ആർക്കെങ്കിലും തോന്നിയ ഒരു കയ്യബദ്ധമായിരിക്കുമോ, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു നിമിഷത്തിൽ തോന്നിയ ഒരു കൈത്തെറ്റ്, ഒരു മോഷണത്തിൽ കലാശിച്ചതായിരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള സ്വാഭാവികമായിട്ടുള്ള ഇതൊരു തോന്നി. അപ്പോൾ അതിൽ ആ ഫിംഗർ പ്രിൻറ്റ് ഡെവലപ്പ് ചെയ്ത ആളെ പിടിക്കുക എന്നുള്ളതല്ല എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത്. ആ വീട്ടിൽ നിന്ന് ആരോ ചെയ്തു എന്നുള്ള ഉറപ്പാണ്. എല്ലാവരും ഉദ്യോഗസ്ഥരാണ്, ആർക്കും ഇതൊരു മോഷണം നടത്തേണ്ട കാര്യമില്ല. അപ്പോൾ എന്തോ കാരണവശാലും നടന്നു എന്നുള്ളത് സത്യമാണ്.